ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ നാടൻ ഭക്ഷണമായ ഒരു മീൻ വറുത്ത കറിയും ചീനിയുമാണ്. കുറച്ച് അയല വാങ്ങിച്ച് പുരട്ടി വെച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിന് ഉപ്പും മുളകും കുരുമുളകും എല്ലാം പുരട്ടി വെച്ചതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 5-10 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ, ഒരു കഷ്ണം കൂടെ എടുക്കുന്നുണ്ട്. 2 കഷ്ണം ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്നരിഞ്ഞെടുക്കണം. ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ആ 2 പീസും ഞാൻ കുരുകുരാന്ന് അരിഞ്ഞെടുത്തു. ഒരു പീസ് അരിഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പീസും ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം 4 പച്ചമുളകും ഒന്ന് കീറി അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തൊന്ന് വറക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ പുരട്ടി വെച്ചിരിക്കുന്നത് അതിനകത്തിൽ പെറുക്കി നിരത്തി കൊടുക്കാം. ഒരുപാടങ്ങ് മൂക്കുകയും ഒരുപാട് വേവാനും ഒന്നും നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് പുറം ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. പിന്നെ കറിക്കകത്ത് കിടന്ന് അത് ശരിക്കും വെന്തോളും. ഇപ്പം ഞാൻ മീനെല്ലാം പെറുക്കിയിട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം ഞാൻ പെറുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഒരുവിധം ഒന്ന് മൂത്ത് കിട്ടണം, പുറവശം മാത്രം. എന്നിട്ട് അത് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ വശം കൂടെ ഒന്ന് മൂപ്പിച്ച് നമുക്കിങ്ങനെ കോരാം. ഇപ്പം അതിൻ്റെ ഒരു വശം മൂത്ത് കഴിഞ്ഞു. ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാ മീനും ഓരോ മീനും നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൂത്ത് കഴിയട്ടെ. ഇത് പെട്ടെന്ന് തന്നെ മൂക്കും. പുറം മാത്രം നമ്മൾ ആ മസാല പുരട്ടിയതൊക്കെ ഇല്ലേ, അതൊന്നും മൂത്ത് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. ഇപ്പോൾ ഇത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനിത് അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചു. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലൊരു 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് എല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇതെല്ലാം ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലപോലെ വഴന്ന് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കഴിഞ്ഞു. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്നിത് മൂത്ത് കിട്ടും. ഉള്ളി ഒന്ന് എളുപ്പം മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്തിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കഴുകി കുതിർത്ത് വെച്ചിരുന്ന പുളിയും കൂടെ ഇട്ട് കൊടുത്തു. പുളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ മൂത്ത് കിട്ടും. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പുളി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടുന്നത് കേട്ടോ. ആദ്യമേ ഉപ്പിടുന്ന കാര്യം പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ടത്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പുളിയൊക്കെ ഏറെ ഉണ്ട്. ഞങ്ങൾക്ക് പുളി കൂടുതൽ ഇച്ചിരി വേണ്ട കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നല്ലപോലെ വേണം. മീനിന് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും കൂടത്തില്ല. വേണ്ടി വന്നാൽ ലാസ്റ്റ് ചേർക്കേണ്ടേ വരത്തുള്ളൂ.
ഉപ്പും പുളി എരിവും ഒക്കെ വേണം നല്ല മീൻകറിക്ക്, എന്നാലേ മീൻകറി കൊള്ളത്തുള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഉലുവ ഞാൻ പച്ചയ്ക്ക് പൊടിച്ച് വെച്ചേക്കുകയാണ്, വറുത്ത് പൊടിച്ച് വെക്കത്തില്ല. കാരണം അതിൻ്റെ മണം പോയി കഴിഞ്ഞാൽ അതിനൊരു ഗുണമില്ല. അതുകൊണ്ട് ഉലുവാപ്പൊടി ഞാൻ പച്ചയ്ക്ക് പൊടിച്ച് വെച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം ഉലുവാപ്പൊടി മൂത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും ഒരുമിച്ച് മൂക്കും. മുളക് പൊടിയെക്കാട്ടിലും മൂപ്പും മല്ലിപ്പൊടിക്കുണ്ട്, അതുകൊണ്ടാണ് മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇച്ചിരി എണ്ണയുടെ കുറവുണ്ട്, ശകലം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചുള്ളൂ. എന്നിട്ട് അതിനകത്തിലേക്ക് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വറുക്കുകയാണ്. ഒന്ന് പച്ചച്ചുവ മാറണം, ആ ചുവപ്പ് നിറം മാറി ഒരു ബ്രൗൺ നിറമാകണം. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം അതിനകത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പൊടി കരിയാതെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, പൊടി കരിയരുത്. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് റെഡിയാവണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കത്തുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ അതൊന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട്. അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് മീൻ അതിനകത്തിലേക്ക് പെറുക്കിയിടാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു. അപ്പോൾ അതിനകത്തിലേക്ക് മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ആ ചാറിനകത്തിലേക്ക് പെറുക്കിയിടുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. എണ്ണ ഇല്ലാതാണ് ഞാൻ അതിൽ നിന്ന് മീൻ കോരിയിടുന്നത്. ഞാൻ എണ്ണ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മീനെല്ലാം കോരിയിട്ടു. എന്നിട്ടിത് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് വെള്ളം അതിൻ്റെ കുറച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ അതിന് നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞു. ഒന്ന് ശരിക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തീ കുറച്ചിട്ട് അടച്ച് വെക്കാം. അടച്ച് ഒരു തവി ഇട്ടേക്കണം അതിനകത്തിൽ, തവിയോ സ്പൂണോ എന്തെങ്കിലും. കാരണം പുകയത്തില്ല, ചട്ടിയാകുമ്പോൾ പുകയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സ്പൂണോ തവിയോ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുകയാതെ നമുക്ക് കിട്ടും. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തീയും കുറച്ച് വെച്ച് അങ്ങനെ വെച്ചേക്കണം. കുറേ നേരം ഇരുന്ന് അത് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാടങ്ങ് വറ്റിക്കാൻ നിൽക്കേണ്ട, പക്ഷേ എന്നാലും എണ്ണ തെളിയണം. വെള്ളം കുറച്ച് വറ്റി കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് എണ്ണ തെളിഞ്ഞ് കഴിയും. അത് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. അതവിടെ നിന്ന് റെഡിയാവട്ടെ. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചീനിയും കൂടെ നമുക്ക് റെഡിയാക്കാം. ഇതിന് കപ്പ, കൊള്ളി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് പല രീതിയിൽ നമുക്കിതുണ്ടാക്കാം. പാൽക്കപ്പ ഉണ്ടാക്കാം, കുഴച്ചുണ്ടാക്കാം, അതുപോലെ ഇത് കപ്പ വറക്കാം. അങ്ങനെ ഒരുപാട് ഉപയോഗം ഈ കപ്പ കൊണ്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് പുഴുങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. പൂളയെന്നോ എന്തൊക്കെയോ ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞ് റെഡിയാക്കുകയാണ്. ഇത് തൊലി കളഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. ഇതിലെ ചെളിയെല്ലാം പിടിച്ചിരിക്കും. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയായി കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി കഴിഞ്ഞു. അല്പം ചാറ് ഞങ്ങൾക്ക് വേണം, അതുകൊണ്ട് ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല. പിന്നെ കുറച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിയിലായതുകൊണ്ട് ഇരുന്ന് വറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ കറി റെഡി. സ്വാദിഷ്ടമായ മീൻ കറിയാണ് റെഡിയായിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ കപ്പയും അടുപ്പയിൽ വെച്ചു. ഇതൊന്ന് തിളച്ച് നല്ലവണ്ണം വെന്ത് കഴിയുമ്പോൾ ഉപ്പിട്ട് ഒന്നുകൂടെ ഒരു തലയും കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ കപ്പയും മീനും റെഡിയായി കഴിയും. എൻ്റെ കപ്പയും വെന്ത് കഴിഞ്ഞു. നാടൻ വിഭവമായ കപ്പയും മീൻകറിയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. കപ്പയും മീൻകറിയും റെഡി. എല്ലാവർക്കും എടുക്കാം. ഓക്കെ, താങ്ക് യു.